പഴയ കച്ചേരിക്കാലം മുതൽ തുടങ്ങിയ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് പള്ളുരുത്തി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അഴകിയകാവ് ദേവിക്ക് മുൻപിൽ നിറപറ സമർപ്പിച്ചു. രാജഭരണകാലത്തെ ആചാരങ്ങൾ മുടങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെ കസബ പോലീസ് സ്റ്റേഷനിലും തൊട്ടടുത്തുള്ള ട്രാഫിക് സ്റ്റേഷനുകൾക്ക് മുന്നിലുമായി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സർവീസിലുള്ളവരും വിരമിച്ചവരും കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്നപ്പോൾ ജാതിമത ഭേദമന്യേ ജനകീയ പങ്കാളിത്തം കൊണ്ട് ഈ വർഷത്തെ പാട്ട് താലപ്പൊലി ഉത്സവം വലിയ സൗഹൃദ സംഗമമായി മാറി. വർഷത്തിൽ 364 ദിവസവും കണിശമായ അച്ചടക്കത്തോടെ കാക്കിയിൽ കണ്ടിരുന്ന പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തികച്ചും വ്യത്യസ്തമായ വസ്ത്രവിധാനത്തോടെയാണ് പോലീസ് സ്റ്റേഷൻ പറയെടുപ്പിൽ അണിനിരന്നത്. ആചാരപ്പെരുമയുള്ള ഈ ദിനത്തിൽ കാക്കി യൂണിഫോമിനോട് താൽക്കാലികമായി വിട പറഞ്ഞ് ഉദ്യോഗസ്ഥർ കസവുമുണ്ടും ഷർട്ടും അണിഞ്ഞെത്തിയപ്പോൾ കണ്ടുനിന്നവർക്ക് അതൊരു കൗതുക കാഴ്ചയായി. പള്ളുരുത്തിയുടെ ഗ്രാമദേവതയായ അഴകാവ് ദേവീക്ഷേത്രത്തിലേക്ക് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും പള്ളുരുത്തി ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നിന്നും എല്ലാ വർഷവും നൽകി വരുന്ന സ്റ്റേഷൻ പറയുടെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെയും കൊച്ചി സിറ്റി പോലീസിലെയും എല്ലാ ഉദ്യോഗസ്ഥരും ജാതിമത ഭേദമന്യേ നൽകുന്ന ഒരു വിശിഷ്ടമായ ഒരു ആദരവാണ് സ്റ്റേഷൻ പറ എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ പോലീസുകാരും ഒത്തൊരുമയോടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അസുലഭ സന്ദർഭമാണിത്. ഒരു ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള സഹകരണത്തിന്റെ ഉത്തമ ഉദാഹരണം കൂടെയാണ് ഈ സ്റ്റേഷൻ പറ. വനിതാ പോലീസുകാരും തനി മലയാളി വേഷത്തിലാണ് സ്റ്റേഷൻ മുറ്റത്ത് അണിനിരുന്നത്. 4ാമത്തെ വർഷമാണ് ഇത് അമ്മയുടെ മണ്ണിൽ പറ ആഘോഷിക്കുന്നത്. വളരെ 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 സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഓരോ വർഷവും ഓരോ ആൾക്കാരും മാറി വരുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും സ്വഭാവം വ്യത്യാസമാണെങ്കിലും ജാതിമത ഭേദമന്യേ എല്ലാവരും ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആർക്കും ഒരു വേറെ ചിന്തകളോ ഒന്നുമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോട് ചേർന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നൊരു ആഘോഷമാണ്. അമ്മയുടെ മണ്ണിൽ നിന്ന് പോയാലും വീണ്ടും അടുത്ത വർഷങ്ങളെല്ലാം ഈ പറയുടെ ഭാഗമാകാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പതിവ് പോലെ ഇത്തവണയും അഴകിയകാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് പോലീസ് സ്റ്റേഷൻ മുറ്റത്തെത്തിയപ്പോൾ അത് കേവലം ഒരു ഔദ്യോഗിക ചടങ്ങായിരുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊച്ചി രാജവംശത്തിന്റെ കാലത്ത് തുടങ്ങിയ ഒരു ഹൃദയബന്ധത്തിന്റെ തുടർച്ചയായിരുന്നു. പണ്ട് കച്ചേരികൾ പ്രവർത്തിച്ചിരുന്ന ഇതേ മണ്ണിൽ അന്ന് കൊച്ചി രാജാവിന്റെ ഉദ്യോഗസ്ഥർ ദേവിക്ക് ഭക്തിപൂർവ്വം പറ നൽകിയിരുന്നു. കാലം മാറി, രാജഭരണം ജനാധിപത്യത്തിന് വഴിമാറി. പഴയ കച്ചേരി കെട്ടിടം ആധുനിക പോലീസ് സ്റ്റേഷനായി പരിണമിച്ചു. എങ്കിലും ഭഗവതിയുടെ മുന്നിൽ നിറപറ വയ്ക്കുന്ന ആ പഴയ ശീലം മാത്രം പോലീസ് സേന കൈവിട്ടില്ല. ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെ പള്ളുരുത്തി കസബ സ്റ്റേഷനിലും തൊട്ടടുത്തുള്ള ട്രാഫിക് സ്റ്റേഷനുകൾക്ക് മുന്നിലായി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ, പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കിരൺ സി നായർ, തോപ്പുംപടി SHO ഷാജു എ, തൃക്കാക്കര SHO സുധീർ AK, SI അജ്മൽ ഹുസൈൻ, ട്രാഫിക് SIമാരായ ഷാജി KE, ജയലാൽ A തുടങ്ങിയവർ ചേർന്ന് സ്റ്റേഷനുകൾക്ക് മുൻപിൽ പറകൾ നിറച്ചു. നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നവർ മാത്രമല്ല, ഈ മണ്ണിൽ നിന്ന് പടിയിറങ്ങിയ പഴയ ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും വീണ്ടും ആ പഴയ മുറ്റത്ത് ഒത്തുചേർന്നു. ജാതിയും മതവും പദവികളും മറന്ന് നിയമപാലകർ കലാപ്രകടനങ്ങളുമായി അണിനിരന്നപ്പോൾ പള്ളുരുത്തിയിലെ സ്റ്റേഷൻ പറ വെറുമൊരു ചടങ്ങായി മാത്രമല്ല, നാടിന്റെ തന്നെ ഹൃദയമിടിപ്പായി മാറി. ആദ്യം നമ്മൾ CI ഓഫീസിൽ നിന്ന് ദേവി പറ സ്വീകരിക്കും. അതിനുശേഷം ട്രാഫിക് യൂണിറ്റിലേക്ക് പോയി പറ സ്വീകരിക്കും. അതിനുശേഷം പള്ളുരുത്തി കസബ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പറ സ്വീകരിക്കുന്ന ആചാരമാണ് ഇന്ന് നടന്നു വരുന്നത്. ഇവിടുന്ന് റിട്ടയറായി പോയിട്ടുള്ള ഉദ്യോഗസ്ഥർ, അത് ഏത് മതസ്ഥരായാലും ഏത് ജാതി മതസ്ഥരായാലും അവർ ആ സമയം ഈ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ഈ പറയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ദേശസ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇക്കൊല്ലവും ഞങ്ങൾ വളരെ വിപുലമായ രീതിയിൽ ഈ ഉത്സവം നടത്തുകയാണ്. അതിൻ്റെ ഉത്സവത്തിനുള്ള എല്ലാ ആശംസകളും ഇതോടൊപ്പം ഞാൻ നേരുകയും ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്